ഹിരോഷിമ, നാഗസാക്കി. മാനവരാശിയെ സംബന്ധിച്ച് ഈ രണ്ടു പേരുകളും ഓഗസ്റ്റ് 6, 9 തീയതികളും എന്നും ഒരു വലിയ ദുർവിധിയുടെ ഓർമ്മപ്പെടുത്തലാണ്. യുദ്ധമെന്ന മഹാവിപത്തിന്റെ പേടിപ്പെടുത്തുന്ന നേർ സാക്ഷ്യങ്ങളാണിവ. മറ്റൊരു ലോകയുദ്ധത്തിനു കൂടി ലോകരാജ്യങ്ങൾ മുന്നിട്ടിറങ്ങാതിരിക്കുന്നത് ഇനിയും മായാത്ത ഈ ദുരന്ത ചിത്രങ്ങളായി നാഗസാക്കിയും ഹിരോഷിമയും ഉള്ളതുകൊണ്ട് മാത്രമാണ്. ചരിത്രത്തിൽ ഘടികാരം നിലച്ച സമയങ്ങളായിരുന്നു അവ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഹിരോഷിമ, നാഗസാക്കി ദിനങ്ങളിൽ ചോദിക്കാനിടയുള്ള ക്വിസ് മത്സരങ്ങളിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. നോക്കുക, ആദ്യത്തെ ചോദ്യം, ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിരോഷിമ, നാഗസാക്കി നമ്മൾ പരിചയപ്പെട്ടു. ഈ ഒരു പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജപ്പാൻ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത്? ഓർത്തുവെക്കുക, ഹിരോഷിമയിലും നാഗസാക്കിയിലും പതിച്ച അണുബോംബിന്റെ പേര് വ്യത്യസ്തമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കൃത്യമായി ഓർത്തുവെക്കുക, ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത്? ഉത്തരം ലിറ്റിൽ ബോയ്. ദെൻ അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആരായിരുന്നു? ആ വിമാനത്തിലെ പൈലറ്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ. ഉത്തരം പോൾ ടിബറ്റ്സ്. ഓക്കെ, ഓർത്തു വയ്ക്കുക, പോൾ ടിബറ്റ്സ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ച കൊല്ലം? അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ച വർഷമേത്? ഉത്തരം 1945. ഓക്കെ, 1945 ആ ഒരു സംഭവം. ഓക്കെ, നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ ആരാണ്? മാറിപ്പോകരുത്, നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ പൈലറ്റ്. ഉത്തരം ചാൾസ് സ്വീനി. ഓർത്തു വയ്ക്കുക, ചാൾസ് സ്വീനി. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനമേത്? ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനമേത്? ഉത്തരം എനോലാഗെ. ഓക്കെ, ഓർത്തു വയ്ക്കുക, എനോലാഗെ. ഓക്കെ, ദെൻ കാർഗിൽ യുദ്ധം നടന്ന വർഷമേത്? കാർഗിൽ യുദ്ധം നടന്ന വർഷമേത്? ഉത്തരം 1999. ദെൻ കാർഗിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഗിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജമ്മു കാശ്മീർ. ദെൻ മഹാഭാരത യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മഹാഭാരത യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഉത്തരം കൗരവരും പാണ്ഡവരും തമ്മിൽ. ദെൻ ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്ന ദിവസം എന്ന്? ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്ന ദിവസം എന്ന്? ഉത്തരം ഒക്ടോബർ 24. ദെൻ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ പൊക്രാൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ പൊക്രാൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം രാജസ്ഥാൻ. ദെൻ നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ച ബോംബിന്റെ പേര് എന്താണ്? നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ച ബോംബിന്റെ പേര് എന്താണ്? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം ഫാറ്റ്മാൻ. ഓക്കെ, നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ച ബോംബിന്റെ പേര് ഫാറ്റ്മാൻ. ഓർത്തു വയ്ക്കുക. ദെൻ കടലാസ് കൊണ്ടുണ്ടാക്കിയ ഈ പക്ഷിയുടെ പേര് എന്താണ്? കടലാസ് കൊണ്ടുണ്ടാക്കിയ ഈ ഒരു പക്ഷിയുടെ പേര് നിങ്ങൾക്ക് അറിയാവുന്ന പേര് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് ഇത്. ഉത്തരം സഡാക്കോ കുക്ക്. ഓക്കെ, ദെൻ യുദ്ധം ഭീകരത മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചിത്രമാണ്. പ്രശസ്തമായ ഈ ചിത്രം ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്?
പ്രശസ്തമായ ഈ ചിത്രം ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം വിയറ്റ്നാം യുദ്ധം. ദെൻ സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി ഏതാണ്? ഉത്തരം വെള്ളരിപ്രാവ്. ദെൻ ഈ കുട്ടിയുടെ ഡയറി കുറിപ്പുകൾ ലോക പ്രശസ്തമാണ്. കുട്ടിയുടെ പേരെന്താണ്? ഓക്കെ, ഈ ഒരു കുട്ടിയുടെ പേര് എന്താണ്? അവരുടെ പേരിന് തുടങ്ങിയിട്ടാണ് ആ ഒരു ഡയറി കുറിപ്പുകൾ. ഓർത്തു വെക്കുക. ഉത്തരം ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ഓക്കെ, ആൻ ഫ്രാങ്ക് ആണ് ആ ഒരു കുട്ടി. ദെൻ ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം. ദെൻ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയുടെ ശില്പി ആരാണ്? ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയുടെ ശില്പി ആരാണ്? ഉത്തരം ചാർലി ചാപ്ലിൻ. ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയുടെ ലോഗോ ആണിത്. ഈ ഒരു സംഘടന ഏതാണ്? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. ദെൻ യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടേതാണ്? യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. വാർ ആൻഡ് പീസ്, റിട്ടൺ ബൈ ലിയോ ടോൾസ്റ്റോയ്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. യുദ്ധം സർവവും നശിപ്പിക്കും. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.